സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ നാം ഇസഹാക്കിനെ കുറിച്ച് വായിക്കാനിടയായി. തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. മൂടിക്കളഞ്ഞതായ കിണറുകൾ, നശിച്ചുപോയതായ കിണറുകൾ, ഒരുപാട് ചപ്പും ചവറും മാലിന്യങ്ങളും കമ്പും ചെരുപ്പുകളും കല്ലുകളും ഉണങ്ങിപ്പോയ ഇലകളും മണ്ണും കല്ലുകളുമൊക്കെ ഇട്ടുകൊണ്ട് ആയിരിക്കും അവർ മൂടിക്കളഞ്ഞത്. ചവറ്റുകുട്ടയിൽ കിടന്നിരുന്ന മാലിന്യങ്ങളെല്ലാം എടുത്തിട്ടവർ മൂടിക്കളഞ്ഞു. എന്നാൽ ഇപ്പോൾ ഇസഹാക്ക് എന്താണ് ചെയ്യുന്നത്? അവയെല്ലാം എടുത്തു കളഞ്ഞിട്ട് ആ കിണർ വീണ്ടും കുഴിക്കുകയാണ് ചെയ്യുന്നത്. ചപ്പുചവറുകളെല്ലാം എടുത്തു മാറ്റി ആ കിണർ ഇനിയും അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ടതിനു വേണ്ടി അവൻ പരിശ്രമിക്കുകയാണ്. നന്നാക്കിയെടുക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ, നശിപ്പിക്കുന്നവരാണ് പിശാചിൻ്റെ മക്കൾ. നീ നന്നാക്കുന്ന വ്യക്തിയാണോ ചീത്തയാക്കുന്ന വ്യക്തിയാണോ? നിന്റെ വാക്കുകൾ ഒരാളെ നന്നാക്കുകയാണോ അതോ ചീത്തയാക്കുകയാണോ? നീ ഒരു ഭവനത്തിൽ ചെന്നാൽ അവിടെ നീ കലഹമുണ്ടാക്കി വരികയാണോ അതോ സമാധാനം കൊടുത്തിട്ടാണ് വരുന്നത്? നീ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആശ്വാസമാണോ ലഭിക്കുന്നത് അതോ ഹൃദയത്തിന് വേദനയാണോ ലഭിക്കുന്നത്? സമാധാനം കിട്ടാനിടയാകണം. നിങ്ങളൊരു അനുഗ്രഹമായിട്ട് തീരണം. ഇസഹാക്ക് അനുഗ്രഹമായിരുന്നു. നികത്തിക്കളഞ്ഞവയെ നന്നാക്കിയെടുക്കുകയാണ്. നശിച്ചുപോയതിനെ നന്നാക്കിയെടുക്കുന്നതാണ് നമ്മുടെ കർത്താവ്. ഇടിഞ്ഞു കിടക്കുന്നതിനെ കെട്ടുന്നവനാണ് നമ്മുടെ കർത്താവ്. നശിച്ചുപോയ ജീവിതങ്ങളെ നേരെയാക്കുന്നതാണ് നമ്മുടെ കർത്താവ്. നിന്റെ ഉള്ളത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകണമെന്ന് ആശിക്കുമ്പോൾ, നിന്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹകരമായി തീരണമെന്ന് കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, അനേകരുടെ ഹൃദയങ്ങളെ പിശാച് മൂടിക്കളഞ്ഞിരിക്കുന്നു. നിന്റെ ഉള്ളത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. എല്ലാത്തിലും പ്രധാനമായിരിക്കുന്ന ഹൃദയത്തെ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ പിശാച് പാപമിട്ടുകൊണ്ട് അവ മൂടിക്കളഞ്ഞിരിക്കുന്നു. എന്താണ് നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്? അസത്യവും ദുഷ്പ്രചരണവും. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഉള്ളത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ദുരാലോചനകളും വ്യഭിചാരവും പരസംഗവും കുലപാതകവും മോഷണവും അത്യാഗ്രഹവും ദുഷ്ടതയും ചതിയും ദുഷ്കർമ്മവും വിടക്ക് കണ്ണും ദൂഷണവും അഹങ്കാരവും മൂഢതയും എന്നിവ പുറപ്പെടുന്നു. ഇവയെല്ലാം, ഈ ദോഷങ്ങളെല്ലാം തന്നെ മനുഷ്യന്റെ ഉള്ളത്തിൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന് വചനം പറയുന്നു. അതുപോലെ തന്നെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഉള്ളത്തിൽ നിന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ, അതിനുവേണ്ടി ഹൃദയം കൊടുത്തിരിക്കുമ്പോൾ, ഹൃദയത്തിൽ നിന്ന് എന്താണ് വരുന്നത്? കുലപാതകവും മോഷണവും അത്യാഗ്രഹവും ദുഷ്ടതയും ചതിയും ദുഷ്കർമ്മവും. അങ്ങനെ ഏകദേശം 13 വിഷയങ്ങളുണ്ട്. ഇവയെല്ലാം ഇട്ടിട്ട് പിശാച് നമ്മുടെ ഹൃദയത്തെ മൂടിക്കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമില്ലാത്തത്. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ജീവജലത്തിന്റെ നദി ഒഴുകാത്തതും നന്മ പ്രാപിക്കാത്തതും. ദൈവസന്നിധിയിലേക്ക് നാം വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ നേരെയാക്കേണ്ടതിന്, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാൻ, നമ്മെ അതിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ, നമ്മുടെ ഹൃദയത്തെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയം നന്നാക്കിയിട്ടുണ്ടോ? യേശുവിന്റെ രക്തത്താൽ നിന്റെ ഹൃദയം കഴുകപ്പെട്ടിട്ടുണ്ടോ? നിന്റെ ദോഷങ്ങളെക്കുറിച്ച് നീ പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുണ്ടോ? എപ്പോഴാണെങ്കിലും നിന്റെ മനസ്സിലേക്ക് ദോഷം വരുമ്പോൾ, നിന്ന വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, അസൂയ വരുമ്പോൾ, ദൈവത്തിന് ഹിതത്തിന് വിരോധമായിട്ടുള്ള എന്തെങ്കിലും സ്വഭാവം നിന്റെ ജീവിതത്തിൽ വരുന്നതായ സമയത്ത് അതിനെ നിലനിൽക്കുവാൻ അനുവദിക്കരുത്. അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് അതിനെ വളർത്താൻ പാടില്ല. അവയെ നിന്റെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയണം. അപ്പോഴാണ് നിന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകുവാനിടയാകുന്നത്, ദൈവത്തിന്റെ കൃപ വരുന്നത്. അങ്ങനെയാണ് നീ ദൈവത്തെ ആരാധിക്കുന്നതായ, ദൈവത്തിന്റെ കൃപാവരങ്ങളാൽ, ദൈവത്തിന്റെ ആത്മഫലങ്ങളാൽ നിറയപ്പെട്ട വ്യക്തിയായിട്ട് മാറുന്നത്. നികത്തിക്കളഞ്ഞതായ കിണറുകളെ ഇസഹാക്ക് കുഴിക്കുവാനിടയായി. 20-ാം വാക്യം: അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. ഈ വെള്ളം ഞങ്ങളുടേത്.
എന്താണ്? അവർ നികത്തിക്കളഞ്ഞ കിണറുകളെ, അവർ നികത്തിക്കളഞ്ഞ് വെള്ളം വരാതെ നികത്തിക്കളഞ്ഞതായ, ചീത്തയാക്കിക്കളഞ്ഞതായ ആ കിണറുകളെ വീണ്ടും നന്നാക്കിയെടുത്ത സമയത്ത് വെള്ളത്തിൻ്റെ ഉറവുകൾ വന്നപ്പോൾ വീണ്ടും ആരാണ് വന്നിരിക്കുന്നത്? ഗെരാരിലെ ഇടയന്മാർ വന്നിരിക്കുന്നു. വന്ന് പറയുകയാണ്, ഈ വെള്ളം ഞങ്ങളുടേതാകുന്നു. ഒരു മനുഷ്യൻ തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന സമയത്ത്, എൻ്റെ പിതാവ് ഒരിക്കൽ പറഞ്ഞു, ഒരു കാലത്ത് ഇഷ്ടമുള്ളതുപോലെ തോന്നിയതുപോലെ സിഗരറ്റ് വലിച്ച് മദ്യം കുടിച്ച് ജീവിതത്തെ നശിപ്പിച്ച് മുൻപോട്ട് പോയപ്പോൾ ആരും വന്ന് ചോദിച്ചില്ല, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ നശിച്ചു പോകുന്നത് എന്ന്. എന്നാൽ എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ സമയം ഓരോരുത്തർ വന്നിട്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? മദ്യപിച്ച സമയത്ത് ആരും വന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ നശിച്ചു കിടന്ന സമയത്ത് ആരും വന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ അതുകൊണ്ട് നിനക്കെന്താണ്? ഞാൻ ചീത്തയായി നടന്ന സമയത്ത് ആരും എന്നെക്കുറിച്ച് സങ്കടപ്പെട്ടില്ല, ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ നന്നായി കഴിഞ്ഞ സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഭാരം? അതാണ് മനുഷ്യരുടെ പ്രത്യേകത. നശിച്ചു കിടക്കുന്നവരെ നന്നാക്കുവാൻ വേണ്ടി പരിശ്രമിക്കില്ല, എന്നാൽ നന്നായ വ്യക്തികളെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ ലോകം പിശാചിന്റെ അധീനതയിലായിരിക്കുന്നതായ ലോകമാണ്. നീ ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ ഇറങ്ങുമ്പോൾ പിശാച് നിന്നെ ശല്യം ചെയ്യും. അതുകൊണ്ടാണ് നീ ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുന്നത്, നിനക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്, നിനക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ഞാനത് കഷ്ടപ്പെട്ട് നന്നാക്കിയെടുത്തപ്പോൾ ഇപ്പോൾ നിന്റേതാണെന്ന് പറയുന്നുവോ? ഞങ്ങളെ നിങ്ങൾ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞ വ്യക്തികളല്ലേ? ഇത് ഞങ്ങൾ കുഴിച്ച കിണറല്ലേ? ഇത് ഞങ്ങളുടേതല്ലേ? ഈ കിണറു ഞങ്ങളുടേതല്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഈ വെള്ളം ഞങ്ങളുടേതല്ലേ. അടുത്ത വാക്യം വായിക്കാം. അവർ തന്നോട് ശണ്ടയിട്ടതുകൊണ്ട് അവൻ ആ കിണറിന് ഏശക്ക് എന്ന് പേർ വിളിച്ചു. അവർ മറ്റൊരു കിണർ കുഴിക്കുവാനിടയായി. ആദ്യത്തെ കിണർ നിങ്ങളുടേതാണെന്ന് പറഞ്ഞല്ലോ, ശരി, നിങ്ങൾ തന്നെ എടുത്തുകൊള്ളൂ, നിങ്ങൾ എടുത്തുകൊള്ളൂ, വെള്ളമല്ലേ, നിങ്ങൾ തന്നെ കുടിച്ചുകൊള്ളൂ, കുഴപ്പമില്ല, നിങ്ങൾ തന്നെ അത് അനുഭവിച്ചു കൊള്ളുക. ഞങ്ങളുടെ അധ്വാന ഫലത്തെ നിങ്ങൾ അനുഭവിക്കുകയാണോ? കുഴപ്പമില്ല, ശരി, എടുത്തുകൊള്ളുക. ദൈവമക്കളാണെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കണം. അയൽക്കാരനെ തന്നെ പോലെ സ്നേഹിക്കുന്ന വ്യക്തി പറയും, ഈ വെള്ളം ഞാൻ കുടിച്ചാലും നീ കുടിച്ചാലും ഒരുപോലെയാണ്, എന്റേത്. ഈ കാലത്തുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ടോ? അബ്ബബ്ബാ, ഇപ്പോഴും കൊച്ചുകുട്ടിയാണെങ്കിൽ 2 പാവൽ കൊടുത്താൽ പറയും, അതും കൂടെ വാങ്ങിയിട്ട് ഇതും എൻ്റേതാണെന്ന്. കൊച്ചുകുട്ടിയുടെ അടുക്കൽ 2 കളർ കൊണ്ടുപോവുകയാണെങ്കിൽ, 2 പേർക്കും കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയാണെങ്കിൽ ഒരാൾ തന്നെ 2 കൂടെ വാങ്ങിച്ചിട്ട് ഇത് 2ഉം എൻ്റേതാണെന്ന് പറയും. എന്തൊരു സ്വഭാവമാണിത്! എൻ്റേത്, ഇതെൻ്റേത്. അവർ മറ്റൊരു കിണർ കുഴിച്ചു. വീണ്ടും വന്നിട്ട് ശണ്ടയിടുകയാണ്. എന്താണിത്? ആദ്യത്തെ കിണർ നിങ്ങൾക്ക് തന്നല്ലോ, പിന്നെന്താണ് നിങ്ങൾക്ക് കുഴപ്പം? ഇതും ഞങ്ങൾക്ക് വേണം, ഇതും ഞങ്ങളുടേതാണ്. എപ്പോഴും വഴക്കുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ എങ്ങനെയാണ് കലഹിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ചിലരാണെങ്കിൽ വെറുതെ പെറുപെറുത്തുകൊണ്ടേയിരിക്കും, ഓരോന്നായി കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, മുറുമുറുത്തുകൊണ്ടേയിരിക്കും, വഴക്കുണ്ടാക്കുവാൻ ഇടയാകും, തർക്കങ്ങൾ നടത്തുവാൻ ഇടയാകും. ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നാം തർക്കങ്ങൾ ചെയ്യാൻ പാടില്ല, വാദപ്രതിവാദങ്ങൾ, വിമർശനങ്ങൾ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നീയും അതുപോലെ പറയാൻ ശ്രമിക്കരുത്. മൂഢന്മാരോട് സംസാരിക്കുമ്പോൾ എന്തു പറ്റുമെന്നറിയാമോ? നീ മൂഢനായി പോകും. ഇസഹാക്കിന്റെ അനുഗ്രഹത്തിന്റെ കാരണമെന്തായിരുന്നു? പ്രാർത്ഥനയായിരുന്നു. സ്നേഹിക്കുന്ന മനസ്സ്, അസൂയയില്ലാത്ത മനസ്സ്, വെറുപ്പില്ലാത്ത മനസ്സ്, വിദ്വേഷമില്ലാത്ത മനസ്സ്. നാം ആരെയും എതിർക്കുവാൻ പാടില്ല, നമുക്ക് എതിരാളികൾ ഉണ്ടാകുവാൻ പാടില്ല. നമുക്ക് ഈ ലോകത്തിൽ എതിരാളികൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥത നഷ്ടപ്പെടാനിടയാകും. മറ്റുള്ളവർ നിങ്ങളോട് കലഹിക്കാൻ ഇടയുണ്ട്, നിങ്ങൾക്ക് ദോഷം ചെയ്യും, നിങ്ങളെ ഉപദ്രവിച്ചേക്കാം, നിങ്ങളെ നിന്ദിച്ചേക്കാം. അവരെയും നിനക്ക് സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് നീ ദൈവ പൈതലായിട്ട് മാറുന്നത്. അവരെയും നീ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നീ ദൈവ പൈതലായി മാറും. റോമക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിക്കാം. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ അവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടിയുള്ളത് നീ ചിന്തിക്കുക. ഈ കിണർ എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ ജനത്തിനുള്ളത് ആണ്, ഈ ദേശത്തുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഇസഹാക്ക് പറഞ്ഞിട്ട് അവർക്കത് വിട്ടുകൊടുത്ത സമയത്ത് അവർ വന്ന് കിണർ മൂടിക്കളയാനിടയായി. അപ്പോൾ ഇസഹാക്ക് ചെന്നിട്ട് അവരുടെ കിണർ മൂടിയില്ല. അതാണ് ഇന്ന് നടക്കുന്നത്. എന്റെ കിണർ മൂടിക്കളഞ്ഞതുകൊണ്ട് നിന്റെ കിണറും ഞാൻ വന്ന് മൂടിക്കളയും. എന്റെ മകനെ കൊന്നതുകൊണ്ട് നിന്റെ മകനെയും ഞാൻ കൊല്ലും. നീ എന്നെ കബളിപ്പിച്ചതുകൊണ്ട് നിന്നെയും ഞാൻ കബളിപ്പിക്കും. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ചെവിക്ക് ചെവി എന്നത് പഴയ നിയമമായിരുന്നു. പകപോക്കുക എന്നത് ഈ ലോകത്തിന്റെ സ്വഭാവമാണ്.
എന്നാൽ ദൈവത്തിന്റെ മക്കളുടെ സ്വഭാവം എന്താണ്? അവർ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യില്ല. സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി. അടുത്ത വാക്യം, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ, ശത്രുക്കളോട് പോലും സമാധാനമായിരിക്കും, ആരോടും പ്രതികാരം ചെയ്യാൻ പാടില്ല. അടുത്ത വാക്യം, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. നിങ്ങൾ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ആഹാ, നോക്കുക, ഈ വിഷയങ്ങൾ നാം ഗ്രഹിച്ചാൽ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാനിടയാകും. ദോഷം കൊണ്ടല്ലാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഇതാണ് ഇസഹാക്ക് ചെയ്തത്. അവസാനം എന്തു സംഭവിച്ചു നോക്കുക. അനന്തരം അബീമേലെക്കും സ്നേഹിതനായ അഹൂസത്തും സേനാപതിയായ ഫീലക്കും ഗെരാരിൽ നിന്ന് അവന്റെ അടുക്കൽ വന്നു. രാജാവും രാജാവിന്റെ സ്നേഹിതനും സൈന്യാധിപതിയും. രാജാവിന്റെ അടുക്കലേക്കല്ലേ ജനം വരേണ്ടത്? ജനത്തിന്റെ അടുക്കലേക്ക് പോകുമോ? രാജാവ് ഇവിടെ സൈന്യാധിപനെയും കൂട്ടിക്കൊണ്ട് സ്നേഹിതനെയും കൂട്ടിക്കൊണ്ട് ഇസഹാക്കിന്റെ അടുക്കിലേക്ക് വന്നു. അപ്പോൾ ഇസഹാക്ക് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുക്കലേക്ക് വന്നത്? ഇപ്പോൾ എന്നെ നിങ്ങൾ പറഞ്ഞുവിട്ടതല്ലേ? എന്നെ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഓടിച്ചു വിട്ടതല്ലേ? അവരെന്താണ് അതിന് മറുപടി പറഞ്ഞത്? 28-ാമത്തെ വാക്യത്തിൽ, അതിനു അവർ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്നു ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. എന്താണ് ഇവിടെ ഒരു ശത്രു പറയുന്നത്? നിന്നോട് കൂടെ യഹോവയുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. നിന്നോട് ദൈവം കൂടെയുണ്ട്. നിന്നോട് മത്സരിച്ചാൽ ഒരിക്കലും ഞങ്ങൾ വിജയിക്കില്ല. ദൈവത്തിന്റെ പൈതലുമായിട്ട് ഒരുവൻ എതിരിട്ടാൽ അവന്റെ കാര്യം പിന്നെ ദൈവം നോക്കിക്കൊള്ളും, യുദ്ധം യഹോവയ്ക്കുള്ളത് എന്നവൻ പറയാനിടയായി. ഇസഹാക്കേ, നിന്നോടുകൂടെ ദൈവമുണ്ടെന്ന് ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. ഞങ്ങൾ തള്ളിവിട്ടിട്ടും നീ അനുഗ്രഹിക്കപ്പെടുന്നു, ഞങ്ങൾ ദോഷം ചെയ്തിട്ടും നീ അനുഗ്രഹിക്കപ്പെടുന്നു. ഞങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞിട്ടും നീ നന്മ പ്രാപിച്ചാണ് വരുന്നത്. ഞങ്ങൾ നിന്നെ ഉപദ്രവിച്ചിട്ടും നീ നന്മ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ കാരണം ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. എത്ര പേരെക്കുറിച്ച് ഇങ്ങനെയുള്ള സാക്ഷ്യം പറയാൻ കഴിയും? എന്നെ മനുഷ്യർ ഉപദ്രവിക്കുന്നു, എന്നെ മുൻപോട്ടവർ വിടുന്നില്ല, മരത്തിന് കീഴിൽ മരം വളരില്ല, മരത്തിന്റെ കീഴിൽ മരം വളരില്ല. എന്നാൽ മരത്തിനടുത്ത് മരം വളരുവാനിടയാകും. വളരില്ലേ? വളരില്ലേ? ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നീ എവിടെയാണെങ്കിലും നീ അനുഗ്രഹിക്കപ്പെടും. തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തേണ്ടതിന് അവനെ ബലമുള്ള ഭുജത്തിൽ നാം താഴ്ന്നിരിക്കുവാൻ പരിശ്രമിക്കുകയാണെങ്കിൽ ഉയർത്തുന്നത് അവനാണ്, താഴ്ത്തേണ്ടത് നമ്മുടെ ജോലിയാണ്. തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഉയർത്തപ്പെടുന്നവൻ. മനുഷ്യൻ എന്തെല്ലാം പറഞ്ഞാണ് സ്വയം പുകഴുന്നത്? ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ എല്ലാം പൊങ്ങച്ചം മാത്രമാണ്. നിങ്ങൾ നോക്കുക, യഥാർത്ഥമായിട്ടുള്ള അനുഗ്രഹം ബഹളം വയ്ക്കില്ല, കലഹം കാണില്ല. അത് ഫലിക്കും, ഒഴുകും, അനുഗ്രഹിക്കപ്പെടും, നന്മ നൽകും. യഥാർത്ഥ അനുഗ്രഹമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ്. ദൈവം നിന്റെ കൂടെയുള്ളത് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. 29-ാമത്തെ വാക്യം, ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്തു, നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോട് ഒരു ദോഷവും ചെയ്യുകയില്ല എന്നു ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു. നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു. അവനവർക്കൊരു വിരുന്നുണ്ടാക്കി കൊടുത്തു, അവർക്ക് ഭക്ഷണം കൊടുത്തു. അതായത്, എൻ്റെ ശത്രുവിൻ്റെ മുൻപിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കളുടെ മുമ്പാകെ തിരുമേശയൊരുക്കുന്ന ദൈവം, ശത്രുവിനെ പോലും നിനക്ക് അനുകൂലമാക്കി മാറ്റുന്ന ദൈവം, നിന്റെ ശത്രുക്കളെ നിനക്ക് മിത്രങ്ങളാക്കി മാറ്റുന്നു. എങ്ങനെയാണ് നിന്റെ ശത്രുക്കളെ മിത്രങ്ങളാക്കി മാറ്റുന്നത്? നിന്റെ എത്ര ശത്രുക്കൾ മിത്രങ്ങളായി മാറിയിട്ടുണ്ട്? എത്ര ശത്രുക്കൾ നിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, സോറി, ഞങ്ങളോട് നിങ്ങൾ ക്ഷമിക്കണം, ദൈവം നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, ഞങ്ങളും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. ആ ഒരു സ്ഥാനത്തേക്ക് നിനക്ക് ഉയരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇസഹാക്ക് ഉയർന്നു. ഇസഹാക്കിന് വിശാലമായ ഹൃദയമുണ്ടായിരുന്നു, ക്ഷമ കൊടുക്കുന്ന ഹൃദയമുണ്ടായിരുന്നു. കർത്താവ് അവന്റെ കൂടെയുണ്ടായിരുന്നത് കൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളവൻ തന്റെ ശത്രുവിനെ സ്നേഹിക്കും, തനിക്ക് വിരോധികളായിരിക്കുന്നവരോട് ക്ഷമിക്കും. അവർ ഇത് എന്റേതാണെന്ന് പറയുമ്പോൾ, എടുത്തുകൊള്ളൂ, എനിക്ക് ദൈവം മറ്റൊന്ന് നൽകും എന്ന് പറയും. എടുത്തോ, എനിക്ക് ദൈവം വേറെ തരും. എടുത്തുകൊള്ളൂ, എനിക്ക് കർത്താവുണ്ട്, എനിക്ക് ഭാരപ്പെടേണ്ടതില്ല. നീ എടുത്തോ, എന്നെ ദൈവം നടത്താനിടയാകും. എത്ര പേർക്ക് അങ്ങനെയുള്ള മനസ്സുണ്ട്? നമുക്കങ്ങനെയുള്ള മനസ്സില്ല. നീ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ
നീ കൊടുത്താൽ നിനക്കും ലഭിക്കും. മുൻമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് കർത്താവ് പറയാനിടയായി. ഇസഹാക്കിന്റെ ജീവിതം ഒരു മാതൃകയായിട്ട് എടുക്കാം. നാം ചെയ്യുന്നതെല്ലാം സഫലമാകും. നീ കിണർ കുഴിക്കുന്നിടത്ത് വെള്ളം ലഭിക്കും. നീ വിത്ത് വിതയ്ക്കുന്നിടത്ത് ഫലമുണ്ടാകാനിടയാകും. നീ തൊടുന്നിടത്തൊക്കെയും അനുഗ്രഹമുണ്ടാകും. നീ ചെയ്യുന്നതൊക്കെ സഫലമായി മാറും. എല്ലാത്തിലും തടസ്സമാണ്. ഒരു കാര്യത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല, തടസ്സമുണ്ടാകുന്നു എന്ന് പറയുകയാണെങ്കിൽ ദൈവസാന്നിധ്യം നിന്റെ കൂടെയില്ലെന്നാണ്. അതുപോലെ നിന്റെ ഹൃദയത്തിലേക്ക് അസൂയയും വിദ്വേഷവും വന്നിരിക്കുന്നുവെന്നാണ് അർത്ഥം. ഇന്ന് പറയുക, എൻ്റെ കർത്താവേ, ഞാൻ മൂടിക്കളഞ്ഞ ഹൃദയത്തെ ജീവജലത്തിന്റെ ഉറവ ഉണ്ടാകാതിരിക്കാൻ സ്നേഹവും സമാധാനവും സന്തോഷവും നന്മയും നീതിയും സന്തോഷവും സമാധാനവും തുടങ്ങിയ ഉറവകൾ എന്നിൽ നിന്ന് വരാതിരിക്കുവാൻ പിശാച് നികത്തിക്കളഞ്ഞ എൻ്റെ ഹൃദയത്തെ ദുശ്ചിന്ത കൊണ്ട്, അപമാനം കൊണ്ട്, നിന്ദകൾ കൊണ്ട്, അസൂയ കൊണ്ട്, വെറുപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എൻ്റെ ഹൃദയം. എൻ്റെ ഹൃദയത്തെ നീ നന്നാക്കിയെടുക്കണമേ. ഇവയെ എടുത്തു മാറ്റേണ്ടതിനു വേണ്ടി എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ നീ എന്നെ സഹായിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഇത് വളരെ ശ്രേഷ്ഠമായ സമയമാണ്. എല്ലാ വ്യക്തികളും വായ് തുറന്നുകൊണ്ട്, മനസ്സ് തുറന്നുകൊണ്ട് പ്രാർത്ഥിക്കൂ. കർത്താവ്, എന്നെയും അനുഗ്രഹിക്കണമേ. എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ. എന്നിൽ നിന്ന് അസൂയ എടുത്തു മാറ്റണമേ. എന്നിൽ നിന്ന് നിരാശ എടുത്തു മാറ്റണമേ. കലഹിക്കുന്ന മനസ്സ് മാറ്റണമേ. എന്നെ കുറ്റം പറയുന്ന ആളുകളോട്, എന്നോട് വഴക്കുണ്ടാക്കുന്നവരോട്, എന്നെ വെറുക്കുന്ന ആളുകളെയും സ്നേഹിക്കുവാൻ കഴിയുന്നതായ ക്രിസ്തുവേശുവിൻ്റെ മനസ്സെനിക്ക് നൽകുമാറാകണമേ. അവരെന്നോട് അങ്ങനെ പറഞ്ഞു, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നെ അവർ ഇങ്ങനെ കുറ്റപ്പെടുത്തി എന്നൊക്കെ ഞാൻ ചിന്തിച്ച് എൻ്റെ ഹൃദയത്തെ നശിപ്പിച്ചിരിക്കുകയാണപ്പാ. ഞാൻ ലോകക്കാരെ പോലെ തന്നെ വീണു പോവുകയാണ് കർത്താവേ. എൻ്റെ ഹൃദയത്തിലേക്ക് നിന്റെ സ്നേഹം വരണം. സ്നേഹത്തിൻ്റെ നീരുറവ ഉണ്ടാകണം. കല്ലുകൊണ്ടെറിഞ്ഞിട്ടും മുഖത്ത് തുപ്പിയിട്ടും കഠിനമായി ഉപദ്രവിച്ചിട്ടും, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച അതേ മനസ്സ് എനിക്കും ഉണ്ടാകുവാൻ സഹായിക്കണമേ. എൻ്റെ അയൽക്കാരെ സ്നേഹിക്കുവാനുള്ളതായ, എൻ്റെ ശത്രുക്കളെപ്പോലും സ്നേഹിക്കുവാനുള്ളതായ ഒരു മനസ്സ് എനിക്ക് നീ നൽകണമേ അപ്പാ. ഇസഹാക്കിന്റെ ജീവിതത്തിൽ അവനായിരുന്നിടത്തൊക്കെയും അനുഗ്രഹം പ്രാപിച്ചു. അവനായിരുന്നിടത്ത് ദൈവത്തിന് യാഗപീഠം പണിത് പ്രാർത്ഥിച്ചു. നിനക്ക് പ്രാർത്ഥനാ ജീവിതമുണ്ടെങ്കിൽ നീ ചെയ്യുന്നതെല്ലാം സാധ്യമാകും. രണ്ടു കരങ്ങളും ഉയർത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. ഈ ഉന്നതമായ യഥാർത്ഥമായ ക്രിസ്തീയ ഭക്തി ഞങ്ങൾക്ക് നൽകണമേ. ശത്രുക്കളോട് ക്ഷമിക്കാനുള്ള ഭക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ എതിർക്കുന്നവരെ സ്നേഹിക്കുന്ന ഒരു ഭക്തി നൽകണമേ. ഞങ്ങളെ എതിർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തി ഞങ്ങൾക്ക് നൽകണമേ. മനുഷ്യർക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ക്രൂശിൽ കർത്താവ് ചെയ്തതായ ത്യാഗത്തെ ഓർക്കുന്നതായ ഞങ്ങളുടെ ജീവിതത്തിലുള്ള സകലതും നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവാൻ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നിന്റെ സ്നേഹത്താൽ മറ്റുള്ള ആളുകളെയും സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അധ്വാനിക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. നിലത്ത് വിത്ത് വിതയ്ക്കുന്നത് പോലെ നിന്റെ വേലയിൽ വിശ്വസ്തയോടെ വിതയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നീ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടി നിവർത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നശിച്ചുപോയവരെ തിരിഞ്ഞ് രക്ഷിപ്പാനാണല്ലോ നീ ഈ ലോകത്തിലേക്ക് വന്നത്. ഞങ്ങളുടെ ചുറ്റുപാട് നശിച്ചു പോകുന്ന എത്രയോ ആളുകൾ ഉണ്ട്. ലക്ഷ്യമില്ലാത്തതായ ജീവിതം നയിക്കുന്നവർ, പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതവുമായി മുൻപോട്ട് പോകുന്നവർ, മനസ്സിൽ വല്ലാത്ത നിരാശ വന്നിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ ജീവിതം അവസാനിപ്പിക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെയുള്ളവരെ കർത്താവിലേക്ക് നടത്താൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അവരുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അപ്പാ. ഈ സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ ഫലമുള്ളതായ ജീവിതമാക്കി നീ മാറ്റുമാറാകണമേ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം സാധിച്ചെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കേണ്ടതിനു വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ നിനക്ക് വിരോധമായിട്ടുള്ള സകല ഇടപാടുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഉപേക്ഷിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ദേശനിവാസികൾ ഞങ്ങളുടെ ജീവിതം കാണുമ്പോൾ ദൈവം നിങ്ങളോടൊപ്പമുണ്ട്
എന്ന് വിശ്വസിച്ച് ഈ ദൈവത്തെ ഞങ്ങൾക്കും വേണമെന്ന് പറയുവാനുള്ള കൃപ കാണിക്കണമേ. നിന്നെ സ്നേഹിക്കുന്ന ഒരു ജീവിതം, നിന്നോട് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം, നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ